സർ, CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായതോടുകൂടി തമിഴക രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. DMKയും സ്റ്റാലിനും ചുവട് മാറുമോ? ഇന്ത്യ മുന്നണിയെ ഉപേക്ഷിച്ച് NDAയിൽ ചേക്കേറുമോ? ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? അല്ല, അവർ വിചാരിക്കാത്ത ഒരു കാര്യം അവിടെ നടന്നത്. ഒരിക്കലും വിചാരിച്ചിട്ട് ആരും പ്രതീക്ഷിച്ചില്ല. കാരണം അവർക്ക് എപ്പോഴും ഒരു ഇതുണ്ട്, തമിഴ്നാട് രാഷ്ട്രീയം വേറൊരു തരത്തിൽ, അവിടെ മാത്രം തമിഴ് സ്വത്വം, അത് അവർക്കല്ലാതെ ദ്രാവിഡ സ്വത്വം, അവർക്കല്ലാതെ വേറെ ആർക്കും അങ്ങോട്ട് കയറി കയ്യേറാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. അത് ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതിയാണ്. അവരെ ഈ സൗജന്യ പെരുമഴ നൽകി രണ്ട് മുന്നണികൾ, DMK ആയാലും ADMK, എല്ലാവരും വാശിയോടുകൂടി തന്നെ. അവർ തമ്മിൽ ഒരു കാര്യത്തിലേ വ്യത്യാസമുള്ളൂ. ADMK പ്രത്യക്ഷത്തിൽ ഈ ഇപ്പോൾ MGRനെയും ജയലളിതയും പോലെയുള്ള താരമൂല്യങ്ങളുള്ളവരെ മുമ്പിൽ നിർത്തുന്നു. മറ്റവർക്ക് അങ്ങനെ പറയാനായിട്ടില്ല. കരുണാനിധി, പിന്നെ തമിഴ് രാഷ്ട്രീയത്തിലുള്ള ധാരാളം പേര് അവരുമായിട്ട് സഹകരിക്കുന്നുണ്ട്. തമിഴ് സിനിമയും കലാലോകവുമായി ബന്ധപ്പെട്ട ധാരാളം പേര് അവരുമായിട്ട് സഹകരിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ഈ ഒരു സ്റ്റാർ വാല്യൂ അവരുടെ അതിനകത്ത് മക്കൾ രാഷ്ട്രീയമുണ്ട്. സ്റ്റാർ വാല്യൂ ADMK. പക്ഷെ ഇപ്പൊ അവര് ശുഷ്കിച്ചു. അതെ, ജയലളിതയുടെ മരണത്തോടുകൂടി അത് തീർന്നു. അതിനകത്ത് തന്നെ ഇപ്പം മറ്റേ പളനിയൊക്കെ എവിടെയാണ് നിൽക്കുന്നതെന്ന് പോലും, പനീർസെൽവവും പളനിസ്വാമി. അതെ. അപ്പൊ എന്തായാലും അവർക്കൊക്കെ ഒരു തിരിച്ചടിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ CP പൊതുവെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ നെറുകയ്ക്ക് തന്നെ കൊടുത്തു അടി. BJP വലിയ നോട്ടം വെച്ചിരിക്കുന്നിടമല്ലേ ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്. അതെ, അങ്ങനെ വെറുതെ വിടത്തില്ല. ഇപ്പൊ കേരളത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയല്ലേ കേന്ദ്ര നേതൃത്വം. അപ്പോൾ അവർക്ക് ഇത്ര നാളിനകം ഇവിടങ്ങളൊക്കെ പിടിച്ചടക്കുക എന്നുള്ളത്. ഇപ്പൊ അണ്ണാമലൈ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു തമിഴ്നാട്ടിൽ. അവിടെ ഒരു അദ്ദേഹമാണ് 1.5% നിന്ന് BJPയുടെ വോട്ട് വിഹിതം 13-14% വർദ്ധിപ്പിച്ചു. ഒരു വലിയ ചലനം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പൊ ഈ BJP ഈ രാഷ്ട്രപതിയായാലും ഉപരാഷ്ട്രപതിയായാലും ഒക്കെ എന്തിലും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് ചിലരെ നിയോഗിക്കുമ്പോൾ നമുക്കൊരു സർപ്രൈസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉപരാഷ്ട്രപതിയുടെ പല പേരുകളും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മുടെ ഇവിടെ ഗവർണറായി ഇവിടെ നിന്ന് പോയി ബീഹാറിൽ ഗവർണറായിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ, സക്സേന, മനോജ് സിൻഹ, തവർചന്ദ് കർണാടകത്തിലെ, പിന്നെ എന്തിന് നമ്മുടെ ശശി തരൂർ വരെ പട്ടികയിൽ ഇടം പിടിച്ചു. പക്ഷെ മാധ്യമങ്ങളെല്ലാം അവിടെ പരാജയപ്പെട്ടു പോയി. BJPയെ ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ ദ്രൗപദി മുർമു പിന്നെ ഇതിലേക്ക് രാഷ്ട്രപതിയായിട്ട് വരുമ്പോഴും ഇതുപോലായിരുന്നു. അല്ല, അതിനു മുമ്പ് രാംനാഥ് കോവിന്ദിന്റെ പേര് ആരും പ്രതീക്ഷിക്കാത്ത ഒരാളിനും അത് കണ്ടെത്താൻ സാധിക്കും. അപ്പോഴല്ലേ പിണറായി പറഞ്ഞത് അല്ലേ? അതുപോലെ ഈ ലോക്സഭ സ്പീക്കറായിട്ട്, അതുപോലെ ഈ UP തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അന്ന് ഈ യോഗി ആദിത്യനാഥ്, അദ്ദേഹം MP ആണ്, അദ്ദേഹം മത്സരിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹത്തെയാണ് BJP അവിടെ UP മുഖ്യമന്ത്രിയായിട്ട് നിയോഗിച്ചത്. അത് BJP കഴിവുള്ളവരെ 2014 മുതൽ നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, കഴിവുള്ളവരെ കണ്ടെത്തി കൊണ്ടുവരിക, മുൻനിരയിലേക്ക് വരിക. ഇപ്പോൾ പത്മ അവാർഡ് പോലും നിന്ന് മാണിക്യത്തെ കണ്ടെടുക്കുന്ന പത്മ അവാർഡിൽ പോലും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയില്ലേ? എത്ര പേരിലേക്കാണ്, കഴിവുള്ളവരിലേക്കാണ് തേടിച്ചെന്നതെന്നുള്ളതാണ്. ആ ഒരു BJPയുടെ ആ ഒരു തന്ത്രം അത് ഈ തമിഴക രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വിജയ് അവിടെ വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ രൂപീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ കമലഹാസനെ രാജ്യസഭാ MP ആക്കി DMK വലിയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നു. ഇപ്പുറത്ത് BJP ആകട്ടെ അണ്ണാമലെ തമിഴ് സ്വത്വം ശരിയായ വിധത്തിൽ ഉയർത്തിക്കൊണ്ട് കൊടുങ്കാറ്റായിട്ട് തമിഴ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അണ്ണാമലൈ. ഇപ്പോൾ ADMK അവിടെ ഉണ്ട്, അവർ പൂർണ്ണമായിട്ടും വേറിട്ട് പോയിട്ടില്ല. ADMKക്ക് നിലവിൽ MLA-മാരും ജനപ്രതിനിധികളും ഉണ്ട്. അവരൊരു ശക്തി തന്നെയാണ്. ഇന്ന് അവരെ നയിക്കാൻ ഒരാളില്ല എന്നുള്ളതാണ്, ജയലളിതയെ പോലൊരാളില്ല എന്നുള്ളതാണ് അവരുടെ പരാജയം. എങ്കിലും ഇതെല്ലാം DMKക്ക് വെല്ലുവിളിയാണ്.
ഇങ്ങനെ പരസ്പരം പോരടിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഈ പറയുന്ന തമിഴ് വികാരം വളരെ കൃത്യമായിട്ട് BJP പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ ഈ പത്മ അവാർഡിൽ BJP പുലർത്തുന്ന ജാഗ്രത, അതുപോലെ പദവികളിൽ ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ BJP നടത്തുന്നൊരു സോഷ്യൽ എൻജിനീയറിങ്, അതിവിടെ വളരെ കൃത്യമായിട്ട് സംഭവിച്ചിട്ടില്ലേ? അത് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ കടക്കൽ തന്നെ കത്തിവെക്കുന്ന ആ ഒരു തന്ത്രം BJP ഇവിടെ പയറ്റിയിരിക്കുകയല്ലേ? കണ്ണൂരിൽ നിന്ന് സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭാംഗമാക്കി രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തു. വലിയൊരു സന്ദേശമല്ലേ കൊടുത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് അതിൻ്റെ നെറുകയിൽ തന്നെ, ഉച്ചന്തലയിൽ തന്നെ കൊടുത്തിരിക്കുന്ന അടിയാണത്. ഈ രാജ്യം മുഴുവൻ കാണിച്ചു കൊടുത്തു CPM-ന്റെ അക്രമ രാഷ്ട്രീയം കേരളത്തിൽ എന്താണ്. അതിൻ്റെ ഇരയാണ് 2 കാലുകളും നഷ്ടപ്പെട്ട് പൊയ്ക്കാലിൽ കയറി ചെന്ന സദാനന്ദൻ മാസ്റ്ററിലൂടെ രാജ്യം അറിഞ്ഞത്. അതെ. അപ്പോൾ ഇതൊക്കെ വളരെ തന്ത്രപൂർവ്വം തന്നെയാണ് നീക്കിക്കൊണ്ടുവരുന്നത്. ഇവരുടെ വിചാരം, കേരളമൊന്നും ആർക്കും BJP-ക്കൊന്നും പിടിക്കാൻ പറ്റില്ല. ബാലികാറാമല എന്ന് കരുതിയിരുന്ന ത്രിപുര ഇപ്പോൾ എവിടെ നിൽക്കുന്നു? അപ്പോൾ ഇതിനൊക്കെ ഓരോരോ ഘടകങ്ങൾ ഇവർ കണ്ടെത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ദാണ്ട് ഈ നേരത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഖർ എവിടെ നിന്നാണ് വന്നത്? ഗവർണറായിരുന്നു. ഇപ്പോൾ ഇദ്ദേഹം CP രാധാകൃഷ്ണനും ലോക്സഭാംഗമായി മഹാരാഷ്ട്രയിൽ ഗവർണറായിരുന്നു, മറ്റു ചിലയിടങ്ങളിൽ ഗവർണറായിരുന്നു. വലിയൊരു RSS പാരമ്പര്യം ഇദ്ദേഹത്തിനുണ്ട്. 16-ാമത്തെ വയസ്സ് മുതൽ RSS ശാഖയിൽ പോയി സ്വയം സേവകനായി, അങ്ങനെ പിന്നെ BJP-യിലെത്തി. ഒരു മലയാളിത്വം ഉണ്ട് ഇദ്ദേഹത്തിന്. അദ്ദേഹം കേരളത്തിന്റെ പ്രഭാരിയായിരുന്നു. ജന്മം കൊണ്ട് ഇദ്ദേഹം തമിഴ്നാട്ടുകാരനായിരിക്കാം, കോയമ്പത്തൂർ തിരുപ്പൂരുകാരൻ. അതെ, തിരുപ്പൂർ. പക്ഷെ മലയാളം നന്നായിട്ട് അറിയാം, മലയാളം സംസാരിക്കും. ഈ പെട്ടെന്ന് ഉപരാഷ്ട്രപതി എന്നുള്ള പേര് വന്നപ്പോൾ പലരും ധരിച്ചത് ഒരു മലയാളി ഉപരാഷ്ട്രപതി ആകുന്നു എന്നാണ് കരുതിയത്. കാരണം പേരിലും ഉണ്ടല്ലോ ഇതിനു മുമ്പും തമിഴ്നാട്ടിൽ നിന്നുള്ള രാഷ്ട്രപതി ഉപരാഷ്ട്രപതിമാരൊക്കെ ഉണ്ട്. വെങ്കിട്ടരാമൻ. അതെ. അപ്പോൾ ഇത് പിന്നെ CP രാധാകൃഷ്ണൻ ഇങ്ങനെ കേരളവുമായിട്ടും കൂടെ അടുത്ത് നിൽക്കുന്നു. കേരളത്തിൻ്റെ പ്രഭാരിയായിട്ട് ഏതാണ്ട് 2.5 വർഷം ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ കേരളത്തിൻ്റെ കാലാവസ്ഥയും രാഷ്ട്രീയവും അദ്ദേഹം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ രാഷ്ട്രപതി ആയാലും ഉപരാഷ്ട്രപതി ആയാലും ഇങ്ങനെ BJP-യും അല്ലെങ്കിൽ മോദിയും അമിത്ഷായും ഒരു സർപ്രൈസ് തരുമ്പോൾ അതിനകത്ത് ചില നീക്കങ്ങൾ ഉണ്ടെന്നുള്ളതാണ്, ചില അടവ് നയങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പം നമ്മൾ കോൺഗ്രസിൻ്റെ കാലത്തൊക്കെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഏത് തരത്തിൽ എവിടെ നിന്നാണ്. നെഹ്റു കുടുംബത്തിന് താല്പര്യമുള്ള ആൾക്കാരാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി. ഇവരുടെ ആദ്യത്തെ രാഷ്ട്രപതി മാത്രമാണ് അവർക്ക് അങ്ങനെ നെഹ്റുവിന് അങ്ങനെ കൈകടത്താൻ പറ്റാതിരുന്നത്. രാജേന്ദ്ര പ്രസാദ്, അദ്ദേഹം നെഹ്റു മന്ത്രിസഭയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് 50-ന് മുമ്പേ. പക്ഷേ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും അവരുടെ വരുതിക്ക് നിൽക്കുന്ന ആളായിരുന്നില്ല. അടിയന്തരാവസ്ഥക്കാലത്ത് രാഷ്ട്രപതിയായിരുന്നത് ഫഖ്റുദ്ദീൻ അലി അഹമ്മദ്. പറഞ്ഞ തമാശയ്ക്കാണോ എന്നറിയത്തില്ല, പറയാറുണ്ട് ഇന്ദിരാഗാന്ധി എന്ന് പിന്നെ ഫഖ്റുദ്ദീനെ വാഷ്റൂമിൽ നിന്ന് തട്ടി വിളിച്ചിട്ടാണ് ഒപ്പിടാൻ പറയുന്നത്. അത് അങ്ങനെയുള്ള ഇവരുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്നവരൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിരിക്കുന്നു. പിന്നെ എന്തായാലും തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കുന്ന ഒരു നീക്കമാണ് BJP നടത്തിയിരിക്കുന്നത്. സ്റ്റാലിൻ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ടിരിക്കുകയാണ്. എന്ത് വേണം എന്ന് തീരുമാനിക്കാനാകാതെ സ്റ്റാലിൻ ഉഴറുകയാണ്. CP രാധാകൃഷ്ണന് വോട്ട് ചെയ്യണോ അതോ എതിർക്കണോ, ഇന്ത്യ മുന്നണിക്ക് ഒപ്പം തുടരണോ, അതിനേക്കാളും നല്ലത് NDA-യിൽ പോകണമോ എന്നൊക്കെയാണ് ഇപ്പോൾ സ്റ്റാലിൻ്റെ മുന്നിൽ ഉയരുന്ന ചോദ്യം.